കൊള്ളാം പടം. ഹ്യൂമൻസും ഏപ്സും തമ്മിലുള്ള തിയേറ്റർ വാച്ച് മസ്റ്റായിട്ട് തിയേറ്റർ വാച്ച് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. പിന്നെ ഗൂസ്ബം മൊമെൻ്റ് ഒന്നുമില്ല, ബട്ട് സെറ്റാണ്, അടിപൊളിയാണ്. ഗ്രാഫിക്കലൊക്കെ സൂപ്പറാണ്. ഇത് ഫ്യൂച്ചറാണ്, ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിക്ക് അടിപൊളിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ പറഞ്ഞ കണക്ക് ഗൂസ് മൊമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു, ബട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം അടിപൊളിയല്ല. ചെറിയൊരു ലാഗുണ്ട്, പക്ഷേ ഒരുപാട് ഫീലൊന്നും ചെയ്യത്തില്ല. ഇത് കാണണമെന്ന് വിചാരിച്ചിട്ടല്ല വന്നത്, കൊള്ളിലെന്ന് വിചാരിച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഏസിക്കാത്തിരുന്ന് ഉറങ്ങാം. കൊള്ളാം കേട്ടോ, കൊള്ളാം. ചേട്ടാ, ഷീസർ എന്ന കഥാപാത്രത്തെ അല്ലെങ്കിൽ കഥാപാത്രത്തോടു കൂടി നിൽക്കാൻ പറ്റിയ ഒരു വ്യക്തി ഈ മൂവിയിലില്ല, അത്രേ ഉള്ളൂ. അതാണ് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ബാക്കി 3 മൂവി വെച്ച് നോക്കാൻ നേരത്തെ അതിൻ്റെ അത്രയൊന്നും ആയിട്ടില്ല. പിന്നെ കൊള്ളാം. അങ്ങനെയല്ല ബ്രോ, ഞാൻ പറഞ്ഞില്ലേ ഷീസർ എന്ന കഥാപാത്രത്തിൽ നമ്മൾ അഡിക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഷോനെ കാണാൻ തന്നെ വന്നതിൻ്റെ കാര്യം തന്നെ അതാണ്. പക്ഷേ ആ ഷീസർ എന്ന കഥാപാത്രത്തിൻ്റെ ഒപ്പം പിടിക്കാനുള്ള കഥാപാത്രം ഈ മൂവിക്കകത്തില്ല, അത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ബാക്കി 3 മൂവിയായിട്ടുള്ള ആ ഒരു മനുഷ്യരായിട്ടുള്ള ചെറിയൊരു വാറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അത്രേ ഉള്ളൂ.